ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്രാഹിം നിയാസ് കൗലക്കി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ജനിച്ച മാസമാണ് റജബ് 15. മഹാനവറുകളുടെ ഉറൂസാണ് ഈ വരുന്ന റജബ് 15. ഇൻഷാ അല്ലാഹ് മഹാനവറുകളെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുക, ഒരു ബർക്കത്തിനു വേണ്ടി സംസാരിക്കുക എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും തുടക്കത്തിൽ തന്നെ മഹാനവറുകളുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതാൻ വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ്. തിജാനിയ ത്വരീഖത്തിലെ ഏറ്റവും ഉന്നതരായ മഹത്തുക്കളിൽ പ്രധാനിയായ ഒരു മഹാനായിരുന്നു ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കൗലക്കി റളിയല്ലാഹു അൻഹു. ഒരുപാട് കറാമത്തുകളുടെയും തെളിഞ്ഞ ഉൾക്കാഴ്ചയുടെയും ഒരുപാട് പ്രത്യേകതകളുടെ ഉടമയാണ് മഹാനായ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കൗലക്കി തങ്ങൾ. മഹാനവറുകൾ ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുണ്ട്. മഹാനവറുകളിലൂടെ ഒരുപാട് ആളുകൾ തിജാനി ത്വരീഖത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഫത്ഹ് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് മഹാനവറുകളിലൂടെ. മറ്റു വഴികളിലൂടെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥയിൽ കറാമത്തുകൾ കൂടുതലായിട്ട് പ്രചരിപ്പിക്കുക എന്നതാണ്. എന്നാൽ നമ്മുടെ മശായിഖന്മാരുടെ കറാമത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ മുരീദന്മാരുടെ ഫത്ഹ് എന്നതാണ്. എന്തായാലും മഹാനവറുകളെ കുറിച്ച് ചില സംഭവങ്ങൾ വിവരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ജാമിഉൽ അസ്ഹറിൽ അവിടുത്തെ തലവനായിരുന്ന ഷെയ്ഖ് ശൽത്തൂത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഒരു സ്വപ്ന ദർശനമുണ്ടായി. അടുത്ത ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാമിയയിൽ ഇമാമത്ത് നിൽക്കാൻ വരുന്നു. അടുത്ത ദിവസം ജുമക്ക് അൽ-അസ്ഹറിലേക്ക് വന്നത് എന്നാൽ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കൗലക്കി തങ്ങളായിരുന്നു. അവിടുന്ന് സ്വപ്നത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിരുന്ന അതേ സ്ഥാനത്ത് ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കൗലക്കി തങ്ങൾ ഇരിപ്പുറപ്പിച്ചതായി ദർശിച്ചു. അതായത് ഷെയ്ഖ് ശൽത്തൂത്ത് റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കണ്ടു. അടുത്ത ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാമിയയിൽ ഇമാമത്ത് നിൽക്കുന്നതായിട്ട്. അങ്ങനെ പിറ്റേ ദിവസം മഹാനവറുകൾ പള്ളിയിലെത്തുകയും ആ സമയത്ത് പള്ളിയിലെത്തുകയും ചെയ്തപ്പോൾ സ്വപ്നത്തിൽ കണ്ട അതേ സ്ഥാനത്ത് ഇരിക്കുന്നുണ്ട് ആര്? ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കൗലക്കി തങ്ങൾ എന്ന മഹാന്. അപ്പോൾ അദ്ദേഹം മഹാനവറുകളെ ഇമാമത്ത് നിൽക്കാൻ അപേക്ഷിച്ചു. കുത്തുബയും നിസ്കാരവും കഴിഞ്ഞതിന് ശേഷം താങ്കൾക്ക് നേതൃത്വം നൽകിയത് മനുഷ്യനായിരുന്നോ അതോ ജിന്നായിരുന്നോ എന്നവർ സംശയിച്ചു പോയി. കാരണം അത്രക്കും ഹൃദയത്തിലെ ആണ്ടിറങ്ങിയ ഒരു പ്രഭാഷണമായിരുന്നു ആ കുത്തുബ. എല്ലാവരും കണ്ണീരൊഴുകിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അൽ-അസ്ഹറിൻ്റെ തലവൻ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കൗലക്കി തങ്ങൾക്ക് നാമകരണം ചെയ്തു ഷെയ്ഖുൽ ഇസ്ലാം. അപ്പോൾ അന്നു മുതലാണ് മഹാനവറുകൾ ഷെയ്ഖുൽ ഇസ്ലാം എന്ന പേരിൽ, ആ ഒരു സ്ഥാനപ്പേരിൽ അറിയപ്പെടാൻ കാരണം. മൗലാന ഷെയ്ഖ് തങ്ങൾക്ക് മറ്റൊരു അനുഭവം ഉണ്ടായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്ത് മടങ്ങുകയായിരുന്നു ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കൗലക്കി തങ്ങളെ. ആ സമയത്ത് നമ്മൾ മദീനയിൽ നിന്ന് സിയാറത്ത് ചെയ്ത് നമ്മൾ പിന്നെ മടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ട്. മദീനയിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകുന്ന ഒരവസ്ഥ, വല്ലാത്ത വികാരഭരിതമായൊരവസ്ഥ. അപ്പോൾ ആ അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറഞ്ഞ് മുമ്പോട്ട് പോയി. സയ്യിദന ഉമർ റളിയല്ലാഹു തങ്ങളോടും സലാം പറഞ്ഞു പുറത്തിറങ്ങി. ഈ സംഭവം കൂടെ ഉണ്ടായിരുന്ന ഒരു മുരീദ് ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കൗലക്കി തങ്ങളോട് ചോദിച്ചു, അല്ല ഷെയ്ഖ് അവറുകളെ, ചോദിക്കുന്നതിൽ അദബ് കേടുണ്ടെങ്കിൽ പൊറുക്കണേ,
അതായത് ഷെയ്ഖ, നിങ്ങൾ സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു തങ്ങളോട് സലാം പറഞ്ഞില്ലല്ലോ, അതെന്താ ഷെയ്ഖ് അങ്ങനെ ചെയ്തത്? സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹുവിനോട് നിങ്ങൾ സലാം പറയാതെയാണല്ലോ അവിടെ നിന്ന് പോരേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കവലക്കി തങ്ങൾ മറുപടി പറഞ്ഞു, ഞാൻ മഹാനവറുകളോട് സലാം പറയാൻ മറന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് യാത്ര പറഞ്ഞപ്പോൾ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് യാത്ര പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ പോരാൻ. അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് എൻ്റെ കൂടെ എന്നെ യാത്രയാക്കാൻ, എൻ്റെ കൂടെ ചെല്ലാൻ വേണ്ടി അബൂബക്കർ റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ദീവാനുൽ സിത്തയിൽ പറയുന്നുണ്ട് മഹാനവറുകൾ, ഞാൻ ദിവ്യമായ അറിവിൻ്റെയും മഅരിഫത്തിൻ്റെയും അതേപോലെ ബാഹ്യമായ അറിവിൻ്റെയും കൊടുമുടിയിലേക്ക് ആരോഹണം ചെയ്തു. കഠിനവും സങ്കീർണവുമായ അറിവിൻ്റെ ശാസ്ത്രങ്ങളെ ഞാൻ എളുപ്പമാക്കി. ഞാനിത് പൊങ്ങച്ചം പറയലല്ല. ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. അവിടുന്ന് ഉദാരമായി എൻ്റെ എല്ലാ അഭിലാഷങ്ങളും അവിടുന്ന് പൂർത്തീകരിച്ചു തന്നു. ഒരു സമയത്തും അവിടുന്ന് എന്നിൽ നിന്ന് മറഞ്ഞിരുന്നില്ല. റസൂലുള്ളാഹി തങ്ങൾ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കവലക്കി തങ്ങളിൽ നിന്ന് മറഞ്ഞിരുന്നില്ല. അത് കരയിലായാലും ശരി, കടലിലായാലും ശരി. അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ മദീനയിൽ വെച്ച് ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കവലക്കി തങ്ങൾ ഇമാം അലി റളിയല്ലാഹു അൻഹു തങ്ങളെ കണ്ടപ്പോൾ അവിടുന്ന് ഒരു പാട്ട് പാടി. എന്നിൽ പൂർണ്ണമായും തൃപ്തനായ അവസ്ഥയിൽ ഞാൻ അവരെ ഇമാം അലി തങ്ങളെ കണ്ടു. അതായത് ഇമാം അലി തങ്ങൾ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കവലക്കി തങ്ങളെ കൊണ്ട് തൃപ്തിപ്പെട്ടു. ഞാനും അതീവ സന്തുഷ്ടനായിരുന്നു. കാരണം അവർ ഇമാം അലി റളിയല്ലാഹു അൻഹു മദദിൻ്റെ, അതായത് ദിവ്യസഹായത്തിൻ്റെ കവാടമാകുന്നു. മഹാനവറുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മഹാനവറുകളിലൂടെ ഫൈള ഒഴുകി എന്നതാണ്. ആത്മീയ ഒഴുക്ക് സംഭവിച്ചു. മഹാനായ ഷെയ്ഖ് നളീഫി തങ്ങൾ പറയുന്നുണ്ട്, തിജാനി ത്വരീഖത്ത് ഒരുപാട് കാലം നിലനിൽക്കുന്നതാണ്. അതിൻ്റെ ലോകാവസാനം വരെ നിൽക്കും. അതിൻ്റെ അവസാന സമയത്ത് ഒരു ഫൈള കൊണ്ടുവരുന്നതാണ്. മനുഷ്യർ അതിലേക്ക് കൂട്ടങ്ങളായി കടന്നു വരും. തിജാനി ത്വരീഖത്തിലേക്ക് കൂട്ടമായിട്ട് കടന്നു വരും. അങ്ങനെ അവരിൽ ബഹുഭൂരിപക്ഷ ആളുകൾക്കും ഫത്ഹ് സംഭവിക്കുന്ന അവസ്ഥ വരും. ഇങ്ങനെയുള്ളൊരു ഫൈള അവസാന കാലത്ത് സംഭവിക്കുന്നുണ്ട് മഹാനവറുകൾ പറയുന്നുണ്ട്. ഈ ഫൈലക്ക് അർഹനാണ്. സാഹിബുൽ ഫൈല എന്ന അറിയപ്പെടുന്ന മഹാനാണ് ആര്? ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കവലക്കി തങ്ങൾ. അങ്ങനെ റസൂലുള്ളാഹി 1929 ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കവലക്കി തങ്ങൾ, ഷെയ്ഖ് അഹ്മദ് തിജാനി തങ്ങളും റസൂലുള്ളാഹി തങ്ങളും അവർ നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മഹാനവറുകൾ അതിനെ പരസ്യപ്പെടുത്തി. എന്നിലൂടെ ഫൈല് സംഭവിക്കും, ഞാനാണ് ഫൈലേക്ക് അവകാശി എന്ന് മഹാനവറുകൾ അവകാശപ്പെട്ടു. ആ സമയത്ത് മഹാനവറുകൾക്ക് വെറും 30 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. സഅദത്തുൽ അനാം ബി അഖ്വാലുൽ ഷെയ്ഖുൽ ഇസ്ലാം എന്ന ഒരു കിതാബിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, ഷെയ്ഖ് അഹ്മദ് തിജാനി തങ്ങളുടെ ഇഷ്ടം, മഹാനവറുകളുടെ ആ ഹുബ്ബ് എന്നിലേക്ക് തിരിച്ച അള്ളാഹുവിനാണ് സർവസ്തുതി. മഹാനവറുകളുടെ ഒരു പ്രത്യേകമായ ഹുബ്ബ്, ഷെയ്ഖ് അഹ്മദ് തിജാനി തങ്ങളിൽ നിന്നുള്ളൊരു പ്രത്യേകമായിട്ടുള്ള ഹുബ്ബ് ആർക്ക് കിട്ടി? ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കവലക്കി തങ്ങൾക്ക് കിട്ടി. അതിന് അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് സർവസ്തുതിയും. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവൻ ഫൈള എന്നിലൂടെ ഒഴുക്കി വിടാൻ തീരുമാനിച്ചു. എന്നിട്ട് പറഞ്ഞു, ഷെയ്ഖ് അഹ്മദ് തിജാനി തങ്ങളിൽ നിന്നും നീ ഇത് എടുത്തുകൊള്ളുക. മഹാനവറുകളിലൂടെയാണ് ഈ ഫൈള സംഭവിച്ചതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. ഇന്ന് ലോകത്ത് നോക്കിയാൽ 80% മുകളിൽ തിജാനികളും ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കവലക്കി റളിയല്ലാഹു തആല അൻഹു എന്ന മഹാനായ ഷെയ്ഖിലൂടെ അല്ലാതെ ഒരു 80% തിജാനികളുടെയും സിൽസില പോകുന്നത് മഹാനായ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കവലക്കി തങ്ങളിലൂടെയാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. ഈ ഫൈലയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്,
പിന്നെ ഒരുപാട് ആളുകൾക്ക് ബഹുഭൂരിപക്ഷം ആ മഹാനവറുകളിലുള്ള ബഹുഭൂരിപക്ഷം ആളുകൾക്കും പെട്ടെന്ന് തന്നെ ഫത്തുഹുൽ അക്ബർ സംഭവിക്കും എന്നുള്ളതാണ്. സാധാരണ തിജാനികൾക്ക് എല്ലാവർക്കും ഫത്തുഹുൽ അക്ബർ സംഭവിക്കും. പക്ഷെ അതൊക്കെ ഏറ്റവും കൂടുതലും ആളുകൾക്ക് അത് മരണത്തോട് അടുത്ത സമയത്ത് മാത്രമാണ് അധികം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കൗലക്കി തങ്ങളുടെ വരവോടുകൂടെ മഹാനവറുകളിലൂടെയുള്ള ഫൈലാനിയത്ത് സംഭവിച്ചതോടുകൂടെ അവരിൽ ബയ്യത്ത് ചെയ്ത ലക്ഷക്കണക്കിന് ആളുകൾക്കൊക്കെ ഫത്തുഹുൽ അക്ബർ പെട്ടെന്ന് തന്നെ സംഭവിക്കാൻ തുടങ്ങി. അങ്ങനെ മഹാനായ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കൗലക്കി തങ്ങൾ പറയാണ്, അവരെ മുരീദന്മാരെ കുറിച്ച് പറയുന്നു, അള്ളാഹുവിലേക്കുള്ള വഴിയിലെ എല്ലാ തടസ്സങ്ങളും എൻ്റെ മുരീദന്മാർക്ക് വേണ്ടി ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു. എല്ലാ തടസ്സങ്ങളും ഞാൻ അത് ഒഴിവാക്കി കൊടുത്തു. കാരണം അവരിലെല്ലാവരും ജദ്ബ് കൊണ്ട് അവരുടെ ആഗ്രഹത്തെ മാരിഫത്ത് കരസ്ഥമാക്കുക എന്നുള്ളതിനെ അവർ കൈവരിക്കുന്നതാണ്. ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. എൻ്റെ രഹസ്യം ഫലഹീനമല്ല. കാരണം എൻ്റെ മുരീദന്മാരിൽ ചെറിയവർക്ക് പോലും അള്ളാഹുവിലുള്ള ഫന നൽകപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും എനിക്ക് മുമ്പുള്ള കുത്തുബുകൾ പോലും കരസ്ഥമാക്കിയിട്ടില്ല ഇതുപോലെയുള്ള ഒരു അവസ്ഥ. അൽഹംദുലില്ലാഹ്. മഹാനായ നൈജീരിയയിലെ തിജാനി ത്വരീഖത്തിലൊരു മഹാനായ ഒരു ഷെയ്ഖ് അബൂബക്കർ അത്തീഖ് റളിയല്ലാഹു പറയുന്നു, അവരുടെ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് തങ്ങളുടെ എല്ലാ ആത്മാർത്ഥതയുള്ള മുരീദന്മാർക്കും വളരെ ശ്രദ്ധിക്കണം. വെറും ബയ്യത്ത് മാത്രം ചെയ്താൽ മാത്രം പോരല്ല, അവരിൽ ആത്മാർത്ഥതയുള്ള മുരീദന്മാർക്ക് അള്ളാഹുവിലേക്കുള്ള വഴി എളുപ്പമാക്കിയിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് അവരെല്ലാവരും ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് അള്ളാഹുവിൽ എത്തിച്ചേരുന്നു. കാരണം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം സംഭവിച്ചത് നമ്മുടെ ഖുതുബുൽ മക്തൂം സയ്യിദി അഹ്മദ് തിജാനി തങ്ങളുടെ ഫൈലാനിയത്ത് കൊണ്ടുള്ള ബർക്കത്ത് ആണ് നമ്മൾ ഈ ഫൈലാനത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥ അള്ളാഹു നിലനിർത്തട്ടെ. ആമീൻ. മഹാനവറുകളുടെ ദറജ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. മഹാനവറുകളുടെ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് കൗലക്കി തങ്ങളുടെയും ഷെയ്ഖ് അഹ്മദ് തിജാനി തങ്ങളുടെയും ഒക്കെ നോട്ടത്തിലായിട്ട് കഴിയാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ.